എന്താ ചേച്ചി അവിടെ ഒരു ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സങ്കടപ്പെട്ട് എന്തൊരു സങ്കടം? ഞായറാഴ്ച അല്ലേ ഇപ്പൊ കല്യാണം അതിനിപ്പോ എന്താണ് പ്രശ്നം? അതിനിപ്പോ സ്വർണം കൊടുക്കണ ലുലുവിന്റെ കല്യാണത്തിന് പോലെ ഇത്രങ്ങാൻ ആഭരണം തന്നതാണ്. അതിന് നമ്മൾ വാങ്ങി കൊടുക്കണം. അതിന് പൈസ അത്ര സ്വർണ്ണം നമുക്ക് കൊടുക്കാൻ കഴിയും, പക്ഷെ അത്ര ആഭരണം നമുക്ക് കൊടുക്കാൻ കഴിയും. അതെങ്ങനെ കിട്ടാനാ? അതിനാണ് ചേർത്തലുള്ള ഹാപ്പി ഗോൾഡിൽ പോയാൽ നമുക്ക് കുറഞ്ഞ പവൻ്റെ എത്ര ആഭരണങ്ങളും അവരുണ്ടാക്കി തരും. പക്ഷെ അവര് തന്നതെന്ന് വെച്ച് നോക്കുമ്പോ എത്ര പൈസ? അതിൽ കുറേ ആഭരണങ്ങൾ, കുറഞ്ഞ പവനിൽ കൂടുതൽ ആഭരണങ്ങൾ. അത് കാഴ്ചക്കാർക്ക് ഇതിൽ കൂടുതൽ പവനുള്ള ആഭരണമായിട്ട് അവർക്ക് നമുക്ക് തോന്നുള്ളൂ. പുറത്ത് നോക്കുന്ന ഒരാൾക്ക് നമുക്കത് ഹാപ്പി അതങ്ങനെ കിട്ടും. നമ്മളെ ഈ ചുറ്റുഭാഗത്തൊന്നും അങ്ങനെയല്ല. ഇല്ല, ചേർത്തയുള്ള ഹാപ്പി ഗോൾഡിലുണ്ട്. അവിടെ പോയി നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടും. നോക്കിയാലോ? എന്നായിക്കോട്ടെ, നമ്മൾ കണ്ട് പോവാം. നമുക്ക് നാളെ രാവിലെ കണ്ട് പോവാം. സമാധാനമായി. കാരണം ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. ഒരു ടെൻഷനും അടിക്കണ്ട. നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല ആവശ്യം. ആളുകളുടെ ഇടയിൽ നമ്മളെ മാനം കേടാതെ രക്ഷപ്പെടണം, അത്രയല്ലേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓള് അത്ര എനിക്ക് തന്നതാണ്. ആയിക്കോട്ടെ, നമുക്ക് നാളെ രാവിലെ കണ്ട് പോവാം. ഏട്ടാ, എനിക്ക് ഒരു 2.5 പവൻ വരുന്ന കുറച്ച് കൂടുതൽ മേനി തോന്നിക്കുന്ന ആഭരണങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ കണ്ടായിരുന്നല്ലേ? അതെ, വീഡിയോ കണ്ടു വന്നതാണ്. കാരണം അങ്ങനെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഐറ്റം നോക്കിയോ, ഇത് ഈ കാണുന്നത് മൊത്തം വരുന്നത് താഴെ വരുന്ന 1.5 പവന്റെ, മുകളിൽ വരുന്ന 6 ഗ്രാമിന്റെ, അതിന്റെ മുകളിൽ വരുന്നത് 4 ഗ്രാം, അരപ്പവന്റെ, 3/4 പവൻ, അരപ്പവൻ, 1.5 പവന്റെ ചെയിനാണത്. അതെ അതെ അതെ. അതായത് 12 6 18 18 4 22 ഗ്രാമേ വരുന്നുള്ളൂ. അപ്പോ അതായത് 3 പവനില് 2 ഗ്രാം കുറവ്. 3 പവൻ വരൂല. 3 പവൻ വരില്ല, 2 ഗ്രാം കുറവ്. 3 പവൻ ആയിട്ടില്ല കേട്ടോ, ഇത്രയും ഗോൾഡ് കൂടിയിട്ട്. അപ്പൊ ഇത്രയും വലിയ ചെയിനൊക്കെ അത്രയും ഇതിൽ കിട്ടാൻ പറ്റൂല്ലേ? അപ്പൊ ഒരു വിവാഹ പർച്ചേസിനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളത്. വേറെ ഏതൊക്കെ വെറൈറ്റീസ് അതിലുള്ളത്? ഈ ഐറ്റം നോക്കിയോ, ഇത് മേളിൽ കാണുന്നത് ഇളക്കത്താലി എന്ന് പറഞ്ഞ ചെയിനാണ്. പിന്നെ കാശുമാല എന്ന് പറഞ്ഞുള്ള ചെയിന് താഴെ വരുന്നുണ്ട്. ഇത് 4 ഗ്രാം, അരപ്പവനാണ്. ഇത് 3/4 പവൻ. പിന്നെ ഇത് വരുന്നത് 14 ഗ്രാം, അതായത് 1.5 പവനും 2 ഗ്രാമും കൂടി കൂടും. 1.5 പവനും 2 ഗ്രാമും കൂടിയ ചെയിനാണ് അല്ലേ, സാരി ചെയിന്. അതേപോലെ വരുന്നത് ഈ ഒരു റേറ്റിലാണ് വരുന്നത്, അതായത് 22 ഗ്രാം ആയിട്ടാണ് വരുന്നത്. 22 ഗ്രാം. അപ്പൊ 2.5 പവനും 2 ഗ്രാമും കൂടി, 2.5 പവനും 2 ഗ്രാമും കൂടിയ വെഡിങ് കളക്ഷൻസ് തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ, വേറെ ഏതൊക്കെ ഉണ്ട് ഇതില്? ഇനിയിപ്പോ കുറച്ചുകൂടി വെയിറ്റ് ഉള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ഇപ്പൊ ഇത് ഈ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും താഴെ കാണുന്ന മുല്ലമുട്ടുമാല ഇപ്പൊ മാറ്റി വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. മുല്ലമുട്ടുമാല 3 പവന്റെയാ വന്നിരിക്കുന്നത്. 3 പവൻ, 1.5 പവൻ, അതുപോലെ തന്നെ 3/4 പവൻ. ഈ ഒരു ഐറ്റം അത്യാവശ്യം നല്ല, ഇപ്പൊ കുറച്ചുകൂടി വെയിറ്റ് വേണം, കുറച്ചുകൂടി ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അപ്പൊ ഇത് 3ഉം 1.5 പവനും. ഇതിപ്പോ വരുന്നത് 3 പവനും 1.5 പവനും ആകുമ്പോ 12 ഗ്രാം, 4.5 പവനായി. 4.5 5 പവൻ എത്തിയല്ല. 5 പവൻ ആയിട്ടില്ല. 5 പവൻ ആവാതെ തന്നെ ഇത്രയും കളക്ഷൻ കിട്ടും അല്ലേ? ഓ, അപ്പൊ വന്നത് ഏതായാലും നന്നായി. പിന്നെ ഇത് ഏതൊക്കെ വരുന്നത്? അപ്പൊ ഈ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത് 14 ഗ്രാം, അതായത് ഏറ്റവും താഴെ കാണുന്നത് 2 പവന്റെ, 2 പവനാണ് ഈ ഐറ്റം വരുന്നത്. 2 പവൻ. തൊട്ട് മുകളിൽ വരുന്നത് ഒരു ഡൈ നെക്ലേസ് ആണ്, 4 ഗ്രാമാണ് വരുന്നത്, അരപ്പവൻ. പിന്നെ ഇത് 6 ഗ്രാം, 3/4 പവനൊക്കെ വരുന്നത്. ഇവിടെ ഒരു 2-3 നെക്ലേസ് നിങ്ങൾ കണ്ടില്ലേ? ഈ നെക്ലേസ് ഒക്കെ കണ്ട ഏകദേശം എത്ര പറയാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ? 2-2.5 പവൻ ചുരുങ്ങിയത് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് തെറ്റിപ്പോയി. വെറും അരപ്പവന്റെ നെക്ലേസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതാ, അതുപോലെ തന്നെ ഇതാ കാശിമാല, എല്ലാം അരപ്പവനിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇനി അരപ്പവനുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അല്ലേ, എനിക്ക് ഇതുപോലെയുള്ള നെക്ലേസ് ഇല്ല എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടേണ്ട. ഹാപ്പി ഗോൾഡിന് അതിനുള്ള പരിഹാരം നിങ്ങൾക്കുണ്ട്. അപ്പോൾ മാലയിൽ ഞാൻ വിചാരിച്ചില്ലേറെ തൂക്ക കുറവിൽ എനിക്ക് നല്ല മാല സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വളയിലൊക്കെ അങ്ങനത്തെ കളക്ഷൻസ് ഉണ്ടോ? പിന്നെ നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതുണ്ട്. ഏതാണ്? അതായത് ഒരു 3 ഗ്രാം തൊട്ടുള്ള വളകൾ നമുക്കിവിടെ തൈ കാണുന്നതൊക്കെ 3 ഗ്രാമിൽ വള. എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്ന് തൂക്കി നോക്കിയിട്ട് ഉറപ്പ് വരുത്തണം. നമുക്ക് ഇപ്പൊ തന്നെ തൂക്കി നോക്കിയേക്കാം, അതല്ലാത്തൊന്നും കാര്യമില്ല, എല്ലാവർക്കും കാണണ്ടേ. ഇതിപ്പോ 3 ഗ്രാമിലൊക്കെ വള കിട്ടുമോ? പിന്നെ ഇതാ ഈ കാണുന്ന നോക്കിയോ, 3 ഗ്രാം 50 മില്ലിയാണ് വരുന്നത്.
3 ഗ്രാം 50 മില്ലി. അപ്പോ മണവാട്ടിക്ക് കയ്യിൽ നിറച്ചിടാലോ അങ്ങനെയാണെങ്കിൽ. ഒരു 3 പവനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 4 8 വള. അപ്പൊ ഇതിപ്പോ ടോട്ടൽ ഇപ്പൊ 2 പവനം വരൂല. 2 പവനും പറ്റില്ല. അപ്പൊ കൂട്ടുകാരെ 15 ഗ്രാം ഒക്കെ വരുന്നുള്ളൂ. 15 ഗ്രാമേ വരുന്നുള്ളൂ. 2 പവൻ പോലും ആയിട്ടില്ല. പക്ഷെ കയ്യില് നിറച്ചിടാ. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ ഒന്നും കൂടി ഉറപ്പിന് വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ വളക്കെ ഇടും ചെയ്യാം അല്ലേ? ഫൈബർ ഇട്ടിട്ടേ തരുള്ളൂ അല്ലേ? പക്ഷെ ഇത് നല്ല അത്യാവശ്യം നല്ല ഉറപ്പിൽ കിട്ടുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല. അടിപൊളി കേട്ടോ. 2 പവൻ വരുന്നില്ല, 5 വളക്ക്. വേറെ ഏതൊക്കെയുള്ള ഇതിൽ കളക്ഷൻസ്? പിന്നെ ഉള്ളത് നമുക്ക് പിന്നെ അതിന്റെ വെയിറ്റ് കൂടിയത് 4 ഗ്രാമിന്റെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി അതല്ല 2 ഗ്രാമിന്റെ നെക്ലേസ് തൊട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ കാണുന്ന 2 ഗ്രാമിന്റെ നെക്ലേസ് ആണ്. 2 ഗ്രാമിന്റെ നെക്ലേസ് വരുന്നുണ്ടോ? ആഹാ, അപ്പൊ ഇപ്പത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷനും ഉണ്ട് അല്ലേ? ഇത് ഈ കാണുന്ന ബട്ടർഫ്ലൈ 3 ഗ്രാമിന്റെ 3 ഗ്രാമിന്റെ ബട്ടർഫ്ലൈ നെക്ലേസ് ആണ് കേട്ടോ. അത് ഇവിടെ നോക്കൂ നിങ്ങള്, നല്ല ഭംഗിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അപ്പൊ 3 ഗ്രാമിൽ ചെയ്യാൻ പറ്റൂല്ലേ? അതെ അതെ, 3 ഗ്രാമിലാണ്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് തന്നെ ഡെയിലി യൂസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് കേട്ടോ. 3 ഗ്രാമേ വരുന്നുള്ളൂ. 5.5 പവന് ഇട്ടിട്ടാണ് ഇത് അവിടെ ഒരു മണവാട്ടി ഒരുങ്ങിയിരിക്കുന്നത്. അപ്പൊ മാർച്ചിലാണ് കല്യാണം അല്ലേ? അപ്പൊ കല്യാണത്തിന് വേണ്ടി സെറ്റ് നോക്കാൻ വന്നതാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് നല്ല ഒരാളെ ഇവിടെ അണിഞ്ഞൊരുങ്ങാൻ കിട്ടിയിട്ടുണ്ട്. അനുഷേട്ടാ, അപ്പൊ ഈ 2 ഗ്രാമിലൊക്കെ വരുന്ന മാലകളൊക്കെ ഉണ്ട് പറഞ്ഞു. ഈ കാണുന്ന ഇതൊക്കെ 2 ഗ്രാമിന്റെ മാലകളാണ്. 2 ഗ്രാമിൽ വരുന്ന മാലകളാണ് അല്ലേ? ആഹാ, ഇത് ഈ കാണുന്ന 2 ഗ്രാം, 2 ഗ്രാം, ഇതെല്ലാം 2 വരുന്നതാണ് അല്ലേ? ഇതൊക്കെ എത്രയാ? അത് 3 ഗ്രാം. ഇത് 3 ഗ്രാം. ആ, ഡിസ്കോ ചെയിനോ? ഇത് ഇതൊക്കെ 2 ഗ്രാം. 2 ഗ്രാം അല്ലേ? 2 ഗ്രാം. ഇത് 2 ഗ്രാമിലല്ലേ? പിന്നെ 2 ഗ്രാമിലൊക്കെ കൈച്ചെയിനും പാവസരങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞു. പാവസരങ്ങൾ വരുന്നുണ്ട്, കൈച്ചെയിൻ വരുന്നുണ്ട്. മാലയാണ് പാദസരം. ഇത് മാല. ഇത് 2 ഗ്രാമിൽ വരുന്ന പാദസരോ? അതെ അതെ, 2 ഗ്രാം അല്ല, അത് 4 ഗ്രാം. രണ്ടും അല്ലേ? അരപ്പവല്ലേ? 2 ഗ്രാമിന്റെ എല്ലാം പാദസരങ്ങളാണ്. ഇതൊക്കെ എത്ര ഗ്രാമിൽ വരുന്ന? ഇതൊക്കെ അരപ്പവനിൽ വരുന്ന പാദസരം വരുന്നുണ്ടോ? ഇത് മാലയാണ്, ഇത് പാദസരം. ഇതിന്റെയൊക്കെ ജോഡി തന്നെയാ വരുന്ന മാല. അപ്പൊ മാലയും പാദസരം വരുന്നുണ്ട്. മാലയും പാദസരം. അരപ്പവനിലാണ് ഇപ്പൊ ഈ പാദസരം വരുന്നത്. അരപ്പവനിൽ മാലയും വരും, അരപ്പവനിൽ പാദസരം വരും. അപ്പൊ ഇങ്ങനെ സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇതൊക്കെ ഇതും പാദസരം. അതാ ഈ കാണുന്ന ഫാൻസി മോഡലായിട്ടുള്ള ഫാൻസി ടൈപ്പുള്ള പാദസരങ്ങൾ അരപ്പവനല്ലേ? അതെ അതെ, അടിപൊളിയാണ്. പിന്നെ ഏതൊക്കെ ഇതിൽ വരുന്നത്? കൈച്ചെയിനുകൾ. നമുക്ക് കൈച്ചെയിനൊക്കെ 1 ഗ്രാമിൽ വരുന്ന കൈച്ചെയിനുകളൊക്കെ 1 ഗ്രാമിൽ കൈച്ചെയിൻ തുടങ്ങുന്നുണ്ടോ? അതെ, ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ 1 ഗ്രാമിൽ വരുന്ന ഐറ്റം. 1 ഗ്രാമിൽ കൈച്ചെയിനുകൾ. അതെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ. പിന്നെ ഇതൊക്കെ 1 ഗ്രാമിൽ തന്നെയാണോ? അതെ, ഇത് 1 ഗ്രാമിന്റെ ആണ്. അതുപോലെ തന്നെ ഇത് 2 ഗ്രാം ചില്ലറ വരുന്നുണ്ട്. 2 ഗ്രാമിന്റെ ഒക്കെ ഒരു ഇതല്ലേ? 2 ഗ്രാം. കുട്ടിവളകൾ സാധാരണ ഒരു 250-300 മില്ലി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടിവള. സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടിവളകൾ അത് ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് 3000 രൂപയുള്ളൂ, 4000 രൂപയുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് 2000 വരുന്നവർക്ക് ആ റേറ്റ്. ഈ കാണുന്ന ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരുടെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുട്ടികളുടെയൊക്കെ ഐറ്റംസ്, മധുര ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ്. 4 ഗ്രാം. അരപ്പവൻ. അരപ്പവല്ലാണത്? അതെ അതെ. കണ്ട ഒരു 1.5 പവന്റെ ഉണ്ടല്ലോ. ഇതെല്ലാം അരപ്പവനിൽ വരുന്ന? ഇതെല്ലാം അരപ്പവനിൽ വരുന്ന 300 മില്ലിയിലൊക്കെ വരുന്ന മോതിരങ്ങളോ? ഏറ്റവും വെയിറ്റ് കുറഞ്ഞ. വെറുതെ അല്ല, ജ്വല്ലറിയിൽ നിറയെ ആൾക്കാര്. ഒന്ന് നോക്ക്, കാരണം ഇത്രയും കുറഞ്ഞ ഗ്രാമുകളിൽ നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ ഇഷ്ടം പോലെ ഏത് സമയത്തുള്ളതെന്ന് ഇപ്പൊ മനസ്സിലായി. ഇതൊക്കെ എത്ര വരുന്നത്? അത് 1 ഗ്രാം 320 മില്ലി. 1 ഗ്രാമിലല്ലേ? 1 ഗ്രാം 320 മില്ലിയിൽ നല്ല ഭംഗിയുള്ള മോതിരങ്ങൾ കേട്ടോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നവർക്ക് കുറഞ്ഞ റേറ്റിൽ ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ പറ്റിയ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ.
കമ്മലുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഇതിലൊക്കെ ഏറ്റവും കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ടോ? കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട്. ഇത് ഈ തട്ടൊക്കെ വരുന്നത് 4 ഗ്രാം അരപ്പവനാണ്. അരപ്പവനിൽ ഇങ്ങനത്തെ കിട്ടുമോ? അതെ അതെ, അരപ്പവനിലാണ് വരുന്നത്. ഇതൊക്കെ സാധാരണ 6 ഗ്രാമിലാണ്, 3/4 പവനിലാണ് ചെയ്യുന്നത്. നോക്കൂ, അരപ്പവൻ വരുന്ന കമ്മലുകളാണ് കേട്ടോ അതൊക്കെ. ഇതൊക്കെ എത്ര വരുന്നത്? ഏതാ അരപ്പവൻ അല്ല, ഇതൊക്കെ എല്ലാം ഒരു 2.5-3 ഗ്രാമിൽ വരുന്ന ഐറ്റംസാണ്. 2.5, 3, 2 ഗ്രാം, 3 ഗ്രാമിലൊക്കെ വരുന്നത്. ഇതൊക്കെ എത്ര വരുന്നത്? 1.5 ഗ്രാം, 1 ഗ്രാം, 1.5 ഗ്രാം, 1 ഗ്രാം 1.5 ഗ്രാമിലൊക്കെ വരുന്ന ഐറ്റംസ്. അതെ അതെ. അപ്പൊ 1 ഗ്രാം മുതൽ 1 ഗ്രാം അല്ല, 300 മില്ലി മുതൽ. 300 മില്ലി മുതൽ അല്ലേ? ഈ കാണുന്ന ഐറ്റമൊക്കെ 300 മില്ലി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റം. 300 മില്ലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മലുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ക്വാളിറ്റി നോക്കുന്നതുകൊണ്ട്. നമുക്കിപ്പോൾ ഗോൾഡ് ഒക്കെ പഴയതൊക്കെ വരുമ്പോൾ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അതെ. ഇനിയിപ്പോൾ നമ്മുടെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും തീർത്തു കൊടുക്കും. അതിനൊക്കെയുള്ള മെഷീനറി സംവിധാനങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ 2.5 പവനിൽ ഒതുങ്ങുന്ന ഒരു മാലന്റെ സെറ്റ് ഉണ്ടായിരുന്നല്ലോ, വെഡിങ് സെറ്റ്. ഞാൻ അത് എടുക്കാന്ന് വിചാരിച്ചു, കാരണം അത്യാവശ്യം കൊടുക്കാൻ മാത്രം ഉണ്ട് അത്. അപ്പൊ നമുക്ക് അതൊന്ന് ഫൈനൽ ചെയ്യാം. ഇതായിരുന്നു നമ്മൾ എടുത്തത്. അപ്പോ ഈ വെഡിങ് സെറ്റ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ നമ്മൾ എത്രയായിരുന്നു ഫൈനൽ പറഞ്ഞിരുന്നത്? മൊത്തം 2.5 പവനും 2 ഗ്രാമുമാണ്. മൊത്തം 2.5 പവനും 2 ഗ്രാമും വരുന്ന ഈ ഒരു വെഡിങ് സെറ്റാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊന്ന് പാക്ക് ചെയ്യായിരുന്നു. ഇതിന്റെ തൂക്കങ്ങളും കാര്യങ്ങളും ഒന്നും കൂടി നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് പാക്ക് ചെയ്യാം. അപ്പൊ അനീഷേട്ടൻ നമുക്കുള്ള ഗോൾഡ് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കിട്ടിയ സമയത്ത് നിങ്ങളോട് 2 കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കളക്ഷനും അതുപോലെ തന്നെ വെയിറ്റ് കുറവും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ എപ്പോഴും തിരക്ക്. സ്വർണത്തിന്റെ വില ഇത്രയും കൂടിയ ഏറ്റവും ടോപ്പ് ലെവലിലാണ് സ്വർണത്തിന്റെ വില എന്നൊക്കെ നിൽക്കുന്നത്. എന്നിട്ടും ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രൂപത്തിൽ ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കുഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ആഭരണങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻസ്, ഒരുപാട് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ മനസ്സിന് ഇണങ്ങിയ തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ആഭരണങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. എല്ലാ പ്യൂരിറ്റിയും ഒക്കെ ഉറപ്പ് വരുത്തിയിട്ടുള്ള ആഭരണങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ നമ്മുടെ പറഞ്ഞിട്ടൊന്നല്ല ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ എന്നിട്ട് പോലും ഇവിടെ ഇത്രയും തിരക്കാണ്. അപ്പോൾ നമ്മളോട് സംസാരിക്കാനുള്ള സമയം കൂടി ഇല്ല അനീഷേട്ടന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ, അനീഷേട്ടന് നല്ല തിരക്കിലാണ്, എല്ലാവരും നല്ല ബിസിയാണ്. എന്നിരുന്നാലും നമുക്കുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഹാപ്പി ആയി. അപ്പോൾ തീർച്ചയായിട്ടും ഹാപ്പി ഗോൾഡിൽ വന്നാൽ നിങ്ങൾക്കും ഹാപ്പി ആവാം. ശരിയല്ല അനീഷേട്ടാ? ഓക്കെ, ഈ ഹാപ്പി ഗോൾഡിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ ലൊക്കേഷൻ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തേനി അമ്പലത്തിന്റെ തെക്ക് വശം കാർ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. കുറെ കാറുകൾ കിടപ്പുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ജൂവലറി. ഇനി ആരെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അനീഷേട്ടനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഹാപ്പി ഗോൾഡിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ ഹാപ്പി ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളൊക്കെ കളക്ട് ചെയ്യുക. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.